എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2 ദിവസം മുമ്പ് ഞങ്ങൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയ വീട്ടിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. കണ്ടല്ലോ, കംപ്ലീറ്റ് ആലാണ്. ഈ ടെറസിൻ്റെ മുകളിൽ കയറാനുള്ള ഏതൊരു സാഹചര്യവും അവിടെ ഇല്ല. രണ്ടാമതൊരു ഏണി സെറ്റ് ചെയ്താണ് നമ്മൾ മേലെ കയറിയത്. ഇതുപോലെ ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരു സംഭവമുണ്ട്. കൂടുതലും സാധാരണ പഴയ വില്ലയിലാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം വില്ലകളിൽ അകത്തുള്ള സ്റ്റെയർ ടോപ്പിൽ കയറാനുള്ള സജ്ജീകരണം ഇല്ല. കൂടുതലും പുറത്തവർ ഇരുമ്പ് ഏണി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് പതിവ്. അങ്ങനെ വരുന്ന വീടുകളിൽ പ്രായമുള്ള അമ്മച്ചി അപ്പൂപ്പനായി കഴിഞ്ഞാൽ മേളിൽ കയറി നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാം. അങ്ങനെ വരുന്ന വീട്ടിലാണ് ഇങ്ങനെ ഒരു അനുഭവം കൂടുതലും ഉണ്ടാകുന്നത്. കാരണം ഒരു ചെറിയ ആല് എന്ന് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മുളച്ച് വലുതാകും. എന്തോ ഭാഗ്യത്തിന് ഇവിടെ യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. ആ ടാങ്കിൻ്റെ ഇവിടെ നിന്ന് വേര് ആ മഴവെള്ളത്തിൽ കൂടെ താഴെ ഇറങ്ങിയ വേരാണ് കാണുന്നത്. പൈപ്പമ്മ മാറ്റിയതിന് ശേഷമാണ് വേരെടുത്ത് കളഞ്ഞത്. ഇത് ടാങ്ക് ഇരുന്ന ഭാഗമാണ്. ടാങ്കിൻ്റെ ഇടയിൽ ടാങ്ക് കീറാതിരിക്കാൻ കുറച്ച് മണലിട്ടിട്ടുണ്ടായിരുന്നു. ആ മണലിലാണ് വേര് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുഷ്പം പോലെ ആ വേരെടുത്ത് മാറ്റാൻ പറ്റി. അതുകൊണ്ട് ബിൽഡിങ്ങിന് യാതൊരു പൊട്ടലോ ചീറ്റലോ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കൂടുതലും അപ്പൂപ്പനും അമ്മയും താമസം വീട്ടിൽ മക്കളിൽ അമേരിക്ക ലണ്ടനിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് മേഖലയിൽ കയറി നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാവാം. അതുകൊണ്ട് 3 മാസം അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ആരെയും വിളിച്ച് വീടൊന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടാൽ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അല്ലാത്ത പക്ഷേ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കണ്ട ആ വേര് കണ്ടല്ലോ, നമുക്കത് ആ മണലിട്ടുകൊണ്ട് പുഷ്പം പോലെ എടുത്ത് കളയാൻ പറ്റി. ചിലയിടത്ത് വേര് ചെമരി കൂടെയൊക്കെ മുളച്ച് വരാൻ, പൈപ്പ് പൊട്ടാൻ, ബിൽഡിങ്ങിന് പ്രശ്നങ്ങൾ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധയിൽ വയ്ക്കണം.